ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാധാരണ എല്ലാവരും ഒരു കാര്യമില്ലാണ്ട് ചെയ്യുന്ന 10 ശീലങ്ങളാണ്, അഥവാ 10 ഫണ്ണിയസ്റ്റ് ഹാബിറ്റ്സ്. നമ്പർ 1, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫ്രിഡ്ജ് തുറന്നു നോക്കൽ, അതും ഒരു കാര്യമില്ലാണ്ട്. ഇത് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അടുക്കളയിലേക്ക് വെറുതെ നടന്നു വരുന്നു, ഫ്രിഡ്ജ് തുറക്കുന്നു, കുറച്ചു നേരം നോക്കി നിൽക്കുന്നു, ഒന്നും എടുക്കാതെ അടയ്ക്കുന്നു. ഇത് 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ആവർത്തിക്കുന്നു. നമ്പർ 2, റിമോട്ട് തല്ലി പൊട്ടിക്കൽ. TV കാണുമ്പോൾ ചാനൽ മാറുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ റിമോട്ട് വർക്കാവുന്നില്ലെങ്കിൽ ആ റിമോട്ട് എടുത്ത് കയ്യിലിട്ട് 2 തല്ലി വെച്ച് കൊടുക്കുന്നു. എന്നാലും ആ ബാറ്ററി മാറില്ല. റിമോട്ട് വർക്കായാലും ഇല്ലെങ്കിലും റിമോട്ടിനിട്ട് കൊട്ടിയില്ലെങ്കിൽ നമുക്കൊരു സമാധാനമില്ല. എന്നിട്ട് റിമോട്ട് വർക്കായാലോ TV ഓൺ ചെയ്ത് വെച്ചിട്ട് ഫോൺ സ്ക്രോൾ ചെയ്യും. പിന്നെ എന്തിനാണ് ആ റിമോട്ടിനെടുത്ത് തല്ലിയത്? നമ്പർ 3, വെള്ളം വെറുതെ കളയൽ. അടുക്കളയിലേക്ക് വെള്ളം കുടിക്കാനായി നടന്നു വരുന്നു. 1 ഗ്ലാസ് വെള്ളം മുഴുവൻ എടുക്കുന്നു. വെള്ളം നിറഞ്ഞു മറിഞ്ഞാലും പ്രശ്നമില്ല, 1 ഗ്ലാസ് ഫുള്ള് കിട്ടണം. എന്നിട്ട് അതിൽ പകുതി കുടിക്കുന്നു, ബാക്കി മറിച്ച് കളയുന്നു. ഇത് ഭൂരിഭാഗം മനുഷ്യർക്കുള്ള ഒരു ശീലമാണ്. നമ്പർ 4, ഫോൺ വെറുതെ ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യുന്നു. കുറച്ചു നേരം ഫോണിൽ എന്തെങ്കിലും കുത്തിക്കൊണ്ടിരിക്കും, എന്നിട്ട് അത് അപ്പം തന്നെ ഓഫ് ചെയ്ത് വെക്കും. എന്നിട്ട് ഒരു കാര്യമില്ലാണ്ട് അപ്പം തന്നെ ഓൺ ചെയ്യും. ഇത് ഭയങ്കര ഒരു ശീലമാണ്. ഇത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല, പക്ഷേ ഇത് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. നമ്പർ 5, ഇത് ഓൺലൈനിൽ സാധനം വാങ്ങുന്ന ആൾക്കാർക്കുള്ള ഹാബിറ്റാണ്. ഇതും ഒരു യൂണിവേഴ്സൽ ഹാബിറ്റാണ്, പക്ഷേ ഇത് കൂടുതലും സ്ത്രീകളിലാണ് കാണുന്നത്. ഓൺലൈനിൽ ഒരുപാട് സാധനങ്ങൾ നോക്കും, എന്നിട്ട് എല്ലാം ആഡ് ടു കാർട്ടാക്കി വെക്കും, ഒരു ആവശ്യമില്ലാണ്ട്. നമ്പർ 6, വാച്ച് കയ്യിലുണ്ടായിട്ടും ഫോണിൽ സമയം നോക്കൽ. നമ്മൾ കഷ്ടപ്പെട്ട് പോക്കറ്റിൽ കൈയിട്ട് ആ ഫോൺ വലിച്ചെടുത്ത് സമയം നോക്കുന്നു, എന്നിട്ട് ആ ഫോൺ അതേപോലെ കഷ്ടപ്പെട്ട് തിരിച്ച് പോക്കറ്റിലേക്ക് കയറ്റുന്നു. പിന്നെയാണ് ചിന്തിക്കുന്നത്, കയ്യിൽ വാച്ച് ഉണ്ടായിട്ടും എന്തിനാണ് കഷ്ടപ്പെട്ട് ഫോൺ എടുത്ത് സമയം നോക്കിയെന്ന്. നമ്പർ 7, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അയ്യോ ഫോൺ എടുക്കാൻ മറന്നല്ലോ എന്ന് വിചാരിച്ച് എല്ലാ പോക്കറ്റും തപ്പും, പക്ഷെ ഫോൺ കയ്യിൽ തന്നെ ഉണ്ടാവും. ഇതും ഒരു മണ്ടൻ ഹാബിറ്റ് തന്നെയാണ്. നമ്പർ 8, ഇടയ്ക്കിടയ്ക്ക് ഡോർ ക്ലോസ് ചെയ്തോ എന്നുള്ളൊരു ചിന്ത. നമ്മൾ എല്ലാ ഡോറും അടിച്ച് കുറ്റിയിട്ട് റൂമിലെത്തിയപ്പോഴാണ് ആ ചിന്ത വരുന്നുള്ളത്, അയ്യോ ഞാൻ ആ ഡോർ അടിച്ചിരുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ചുപോയി പിന്നെയും ഡോർ അടിച്ചിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യും. ഇതെനിക്ക് പണ്ടേയുള്ള ഒരു ഹാബിറ്റാണ്. നമ്പർ 9, ഡ്രസ്സുകളൊക്കെ പിന്നെ മടക്കി വെക്കാന്നുള്ള ചിന്ത. അലക്കിയ ഡ്രസ്സുകളൊക്കെ ചെയറിലിരിക്കുന്ന കണ്ട് ഇങ്ങനെ ഒരുപാട് നേരം നോക്കി നിൽക്കും. ഇപ്പം മടക്കി വെക്കണോ അല്ല പിന്നെ വെക്കണോ? ഒരുപാട് നേരം നോക്കിയിരിക്കുമ്പോൾ നമുക്ക് ആ ചിന്ത വരും, അല്ലെങ്കിൽ നാളെ ആവട്ടെ. നമ്പർ 10, അലാറം വെച്ചിട്ട് സൈലന്റ് ആക്കൽ. നമ്മൾ രാവിലെ പെട്ടെന്ന് എണീക്കാൻ വേണ്ടി അലാറം വെക്കും, എന്നിട്ട് അലാറം കേട്ട് എണീക്കും, അത് ഓഫ് ചെയ്യും. അത് പിന്നെ അടിക്കും, പിന്നെ ഓഫ് ചെയ്യും, പിന്നെ അടിക്കും, പിന്നെ ഓഫ് ചെയ്യും. നമ്മൾ 5 മണിക്ക് എഴുന്നേക്കാൻ അലാറം വെച്ചാൽ അലാറം ഓഫാക്കി ഉറങ്ങിയിട്ട് പിന്നെ എഴുന്നേക്കുന്നത് 8 മണിക്കായി. ഇതൊരു യൂണിവേഴ്സൽ പ്രോബ്ലം ആണ്. ഇത് മലയാളികൾക്ക് മാത്രമല്ല എല്ലാ മനുഷ്യർക്കുള്ള ഒരു പ്രശ്നമാണ്.